ആലപ്പുഴ പള്ളിത്തോട് വയോധികയുടെ ദുരൂഹ മരണത്തിൽ മൃതദേഹം പുറത്തെടുത്തു. ഉടൻ പോസ്റ്റ്മോർട്ടം നടത്തും. മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയെ അടുക്കളയിൽ കുഴിച്ചിട്ടു എന്നായിരുന്നു മകന്റെ മൊഴി. മകൻ ഗിരീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പള്ളിത്തോട് സ്വദേശി രാധയാണ് മരിച്ചത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അശ്വിനി സൂചിപ്പിച്ചതുപോലെ അമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി അതിനെ തുടർന്ന് കുഴിച്ചിട്ടു എന്നൊക്കെയാണ് ഈ മകൻ പറഞ്ഞത്. ഗിരീഷിന്റെ മൊഴി അത് പോലീസ് എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നുണ്ട്? ഇനിയുള്ള തുടർ നീക്കങ്ങൾ, ഈ മൃതദേഹം പുറത്തെടുത്തുള്ള തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? നിലവിൽ ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിൽ അത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ആ മൃതദേഹം ഇരുത്തിയ നിലയിലാണ് ആ കുഴി അല്പമെങ്കിലും കുഴിച്ച് അകത്തേക്ക് ചെന്നപ്പോൾ കണ്ടെത്തിയത്. അതായത് മൃതദേഹം കിടത്തിയല്ല ഇട്ടിരിക്കുന്നത്, ഇരിക്കുന്ന ഒരു നിലയിൽ മൃതദേഹമുണ്ട് എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ആ വീട് അവിടെയാണ്. വീട് പൂർണ്ണമായും പോലീസിന്റെ ബന്ധവസിലാക്കിയിരിക്കുകയാണ്. അവിടേക്ക് അധികം ആളുകൾക്ക് പ്രവേശനമില്ല. നിലവിൽ ഫോറൻസിക് സംഘം അടക്കം അവിടേക്ക് എത്തി മറ്റു പരിശോധനകൾ നടക്കുകയാണ്. മൃതദേഹം പുറത്തെടുത്ത സ്ഥിതിക്ക് ഇനി നടക്കേണ്ടത് ഇൻക്വസ്റ്റ് നടപടികളാണ്. ഏകദേശം 1 മണിക്കൂറിന് മുകളിൽ താമസമെടുക്കുന്ന ജോലിയാണ്. അതിനുശേഷമായിരിക്കും വീട്ടിൽ നിന്ന് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോയി ചേർത്തല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ നടക്കും. ഈ നടക്കുന്ന പോസ്റ്റ്മോർട്ടം വളരെ നിർണായകമാണ്. എങ്ങനെയാണ് ഈ ഗിരീഷിന്റെ അമ്മ രാധ മരിച്ചത് എന്ന് കണ്ടെത്താനുള്ള മാർഗം ആ പോസ്റ്റ്മോർട്ടമാണ്. നിലവിൽ 49 വയസ്സുകാരനെ ഗിരീഷ് പോലീസ് കുത്തിയതോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. രാവിലെ മുതൽ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇന്നലെ കസ്റ്റഡി എടുത്താണ്. ഇന്നലെയൊന്നും ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലും ഇയാൾ സഹകരിച്ചിരുന്നില്ല. കാരണം പൂർണ്ണമായും മദ്യത്തിനടിമയാണ്. ഇന്നലെയും വലിയ തോതിൽ മദ്യം അയാൾ കുടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പരസ്പര വിരുദ്ധമായാണ് പലതും സംസാരിച്ചിരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സ്വാഭാവികമായ അമ്മ മരിച്ചു, അതിനുശേഷം താൻ കുഴിച്ചിട്ടതാണ് എന്നുള്ള ഒരു വാക്കെങ്കിലും ഗിരീഷിന്റെ വായിൽ നിന്ന് പോലീസിന് കേൾക്കാനായത്. പക്ഷേ അത് പൂർണ്ണമായും നിലവിൽ വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അതിന് കാരണമായി പോലീസ് പറയുന്നത്, നിലവിൽ നാട്ടുകാരെ അടക്കം പോലീസ് വിശദമായി അവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ മൊഴിയിൽ നാട്ടുകാർ എല്ലാവരും തന്നെ പറയുന്ന ഒരു കാര്യം, സ്ഥിരമായി മദ്യത്തിനടിമയായ അയാൾ അമ്മയെ പലതവണ വഴക്കിടുകയും അമ്മയോട് മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ സാക്ഷികളും ഒക്കെ ഈ അയൽപക്കത്തുണ്ട്. അവരുടെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടത്തിലൂടെ അതിന് ഒരു വ്യക്തത വരും. മരണകാരണം എന്താണ് എന്നുള്ളത്. 75 വയസ്സോളമുള്ള സ്ത്രീയാണ്. പലപ്പോഴും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നു. പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത് അമ്മയെ ഇവിടെ നിന്ന് മറ്റൊരു ഷെൽട്ടറിലേക്ക്, ഒരു അഭയകേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും മകൻ അതിന് സമ്മതിച്ചിരുന്നില്ല എന്ന വിവരം കൂടി പഞ്ചായത്തൊക്കെ പറയുന്നുണ്ട്. നിലവിൽ എന്തായാലും നിർണായകമായ ഇൻക്വസ്റ്റ് പുരോഗമിക്കുകയാണ്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുക. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.